ഉഷ്ണതരംഗം സംസ്ഥാനത്താകെ പ്രതിസന്ധി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ കടലാക്രമണവും രൂക്ഷമാകുന്നത്. എന്താണ് തൃശൂരിലെ സ്ഥിതി? കൊടുങ്ങല്ലൂർ താലൂക്കിലെ തീരദേശ പ്രദേശങ്ങളിലാണ് കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി ഈ കള്ളക്കടൽ പ്രതിഭാസം ഉണ്ടായത്. ഏറിയാട് പഞ്ചായത്തിലെ ചന്തക്കടപ്പുറം, എടവിലങ്ങ് പഞ്ചായത്തിലെ കാര അറപ്പക്കടവ്, പുതിയ റോഡ്, പെരിഞ്ഞനം സമിതി ബീച്ച് എന്നിവിടങ്ങളിലാണ് ഈ കടൽ കരയിലേക്ക് കയറിയത്. ഇന്നലെ രാത്രി 7:30യോടെയാണ് ഈ കള്ളക്കടൽ പ്രകടമായി തുടങ്ങിയത്. വലിയ തരത്തിലുള്ള നാശനഷ്ടങ്ങളൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല. ഈ മത്സ്യബന്ധന ഉപകരണങ്ങളും വള്ളങ്ങളും ഒക്കെ ഈ മത്സ്യത്തൊഴിലാളികൾ ചേർന്ന് സുരക്ഷിതമായിട്ടുള്ള സ്ഥാനങ്ങളിലേക്ക് മാറ്റിയിരുന്നു. കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പും ഉണ്ടായിരുന്നു. നേരത്തെയും ഈ പെരിഞ്ഞനം സമിതി ബീച്ചിലടക്കം കള്ളക്കടൽ പ്രതിഭാസം ഉണ്ടായിരുന്നു. അന്ന് വലിയ നാശനഷ്ടങ്ങളൊക്കെ സംഭവിച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം രാത്രിയിലുണ്ടായ ഈ ഒരു കള്ളക്കടൽ പ്രതിഭാസം അതിൽ കൃത്യമായിട്ടുള്ള മുൻകരുതലുകൾ എടുത്തതുകൊണ്ട് തന്നെ വലിയ നഷ്ടങ്ങളില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വലിയ ഭീതിജനകമായ അന്തരീക്ഷമൊന്നും ഇപ്പോൾ നിലവിൽ ഇല്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്.